പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആ പുതിയ അപ്ഡേറ്റ് വളരെ ഉപകാരപ്പെടുന്ന കിടിലൻ ഒരു അപ്ഡേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോയിലൊന്നും അധികം വ്യൂ ഒന്നും വരുന്നില്ല. അപ്പോൾ യൂട്യൂബ് തന്നെ ഒരു തീരുമാനം എടുത്തതായിരിക്കാം പുതിയ രീതിയിൽ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുന്നത്. അതായത് അതെന്താണെന്ന് പറയാം, അതിനുള്ള കാരണം അല്ലേ പറയാം. നമുക്കെല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ ഈ ഷോർട്ട് വന്നത് എങ്ങനെയാണ്. ഈ ഷോർട്ട് വീഡിയോ വന്നത് തന്നെ നമുക്കറിയാം, ഈ റീൽസിലെല്ലാം കൂടുതലായിട്ട് വ്യൂ വന്നത് കാരണം കൂടുതൽ ആളുകളും എന്താണ് റീൽസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ യൂട്യൂബ് ഈ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ട് ആ ആളുകളെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ അതൊരു 90% സക്സസ് ആവുകയും ചെയ്തു. പക്ഷെ ഇപ്പം ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരെ തിരിച്ച് അതുപോലെ തന്നെ ഇപ്പോഴും ഈ റീൽസിലാണ് കൂടുതൽ ആളുകൾ, അതിൽ കൂടുതൽ വ്യൂ വരുന്ന കാരണം, മില്യൺ കണക്കിന് വ്യൂ വരുന്ന കാരണം എന്താണ്, കൂടുതൽ ആളുകളും ഈ റീൽസ് ആണ് ചെയ്യുന്നത്. അത് കാരണം ഇപ്പൊ യൂട്യൂബ് ഒരു ചെറിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരികയാണ്. ചെറിയ അപ്ഡേറ്റ് അല്ല, നല്ല അപ്ഡേറ്റ്, വലിയൊരു അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റിൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ റീൽസിൽ എന്തുകൊണ്ടാണ് കൂടുതൽ മില്യൺ കണക്കിന് വ്യൂ വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നിങ്ങളിപ്പോ ഒരു ഷോർട്ട് വീഡിയോ ഇങ്ങനെ കാണുകയാണ്. ഇതിപ്പോ റീൽസ് ആണെന്ന് കരുതുക. ഇതിപ്പോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിപ്പോ മുന്നിലോട്ട് വരുന്ന അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളങ്ങ് സ്ക്രോൾ ചെയ്താലും, ഇത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലും അത് നമ്മുടെ മുന്നേക്കട ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും ഇത് റീൽസിൽ എന്നാണ് ഉണ്ടാവുന്നത്. റീൽസിൽ അത് കൗണ്ടിൽ വരും. അതായത് ഓരോ നമ്പർ അതായത് നമ്മുടെ മുന്നേക്കട വന്നു പോയി കഴിഞ്ഞാൽ പോലും അത് ഓരോ വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യപ്പെടും. അതേസമയം നമ്മുടെ യൂട്യൂബിന്റെ ഷോർട്ടിൽ അങ്ങനെയല്ല. മിനിമം 3 സെക്കൻഡെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ആളുകൾ കണ്ടാൽ മാത്രമേ അത് കൗണ്ടിൽ വരത്തുള്ളൂ. ഓരോ നമ്പറിൽ ഓരോ കൗണ്ടായിട്ട് വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആ ഒരു രീതി മാറ്റാൻ വേണ്ടിയാണ് യൂട്യൂബ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ റീൽസിലൊക്കെ ഉള്ള അതേമാതിരി തന്നെ ഈ 3 സെക്കൻഡ് എന്നുള്ളത് ആ സമയം മാറ്റിയിട്ട്, ഈ നമ്മുടെ റീൽസിലൊക്കെ കാണുന്ന അതേമാതിരി തന്നെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നു പോയാൽ പോലും, അതിങ്ങനെ നമ്മുടെ മുന്നിലോട്ട് ഇങ്ങനെ വന്ന് നമ്മൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയാൽ പോലും അത് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊരു കൗണ്ടായിട്ട് വരും. അപ്പൊ അതേ രീതിയിൽ ഇപ്പം യൂട്യൂബിലും അതേ രീതിയിൽ തന്നെ പുതിയ അപ്ഡേറ്റ് വരികയാണ്. അപ്പം നമുക്കും ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഒരുപാട് മില്യൺ കണക്കിന് വ്യൂ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അതാണ് ഈ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. 10 മില്യൺ വ്യൂ 90 ദിവസത്തിലും ഷോർട്ട് വീഡിയോയിലും ഉണ്ടെങ്കിലേ നമുക്ക്, അതിന്റെ കൂട്ടത്തിൽ നമുക്ക് 1000 സബ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെയല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 1000 സബ് 4000 വാച്ച് അവർ, അതാണ് വേണ്ടുന്നത്. അത് വലിയ വീഡിയോയുടെ ഇതിപ്പോ ഷോർട്ടിന്റെ ഇതിൽ നോക്കുന്നുണ്ടെ 10 മില്യൺ 90 ദിവസത്തിൽ വേണം, 90 ഡേയ്സിൽ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷെ എല്ലാവരും വിചാരിക്കുക ഇത് ഈ രീതിയിൽ ഇങ്ങനെ നമ്മുടെ മുന്നേക്കടി ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വരുന്ന രീതിയിൽ അത് കൗണ്ട് ആവുകയാണ്. അത് കൗണ്ട് ആവുന്നത് അത് ടോട്ടലുള്ള ഇതിൽ മാത്രമേ ആവത്തുള്ളൂ. പക്ഷെ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുന്ന ആ രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ വരത്തില്ല. അത് അപ്പോൾ ആ 3 സെക്കൻഡെങ്കിലും മിനിമം കാണുന്ന അതാണ് ആ രീതിയിലേക്ക് കൗണ്ട് വരുന്നത്. അതായത് നമ്മുടെ ഈ 90 ദിവസത്തില് 10 മില്യൺ വ്യൂസ് വരുന്നില്ലേ, അത് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഇതിലേക്ക് വരുന്നത് അത് നമുക്ക് ഈ രീതിയിലേ വരത്തുള്ളൂ. അതായത് ഈ 3 സെക്കൻഡ് അതിൽ വരും. അപ്പൊ അത് 2 രീതിയിലായിട്ട് വേർതിരിച്ചായിരിക്കും അത് ചെയ്യുന്നത്. അതായത് ഈ മൊത്തം കൗണ്ട് നമുക്കിപ്പം എന്റെ ചാനലൊക്കെ ഇപ്പൊ നോക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തർ നോക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്നത് അത് ഒരുപാട് മില്യൺ കണക്കിന് വ്യൂ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഇപ്പൊ പുതിയതായിട്ട് ചാനൽ മോണിറ്റൈസേഷൻ ആക്കുന്നവരുടെ അതിൽ വരുന്നുണ്ടെങ്കിൽ അത് കൗണ്ടിങ്ങിൽ അത് കാണിക്കും. പക്ഷേ അത് നിങ്ങൾ ചാനൽ മോണിറ്റൈസേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഇതുണ്ടായിരിക്കും. 100% അതിന് 3 സെക്കൻഡിൽ മിനിമം 3 സെക്കൻഡെങ്കിലും കണ്ടിട്ടുള്ള വീഡിയോ മാത്രമേ അതിലേക്ക് കൗണ്ടിങ്ങിൽ വരത്തുള്ളൂ. അതായത് ഈ 10 മില്യൺ 90 ഡേയ്സിൽ എന്നുള്ളത് അത് ആ രീതിയിലുള്ളതായിരിക്കണം. ആ രീതിയിലുള്ളത് മാത്രമേ കൗണ്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെയായിരിക്കും 100% അപ്ഡേറ്റ് വരുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. അതായത് ഇപ്പൊ യൂട്യൂബ് ഏത് രീതിയിൽ ഇത് അപ്ഡേറ്റ് ചെയ്താലും അത് ഷോർട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടും. ഒരുപാട് ആളുകൾ ഇതുപോലെ ഷോർട്ട് വീഡിയോ കാണുകയും അപ്പോൾ ആ കാണുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് വാച്ച് ടൈം അത് ഏത് രീതിയിലായാലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും.
ഒരുപാട് വ്യൂ ഉണ്ടാവും, ഒരുപാട് നല്ല ചാനലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നല്ല ബില്യൺ കണക്കിന് വ്യൂ ഒക്കെ ഉണ്ടാവുന്ന നല്ലൊരു ചാനലായിട്ട് കാണുന്നവർക്കെല്ലാം തോന്നും. അതേ രീതിയിലേക്ക് ഇതിപ്പോ പുതിയ അപ്ഡേറ്റ് ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാം. നമുക്ക് നിങ്ങൾ തമ്മിൽ കണ്ടു കാണും 80-20 റൂൾസ് എന്നുള്ളത്. ഈ 80-20 റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ പുതിയ ചാനലുകാർക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഒരുപാട് പ്രയോജനം ചെയ്യും. ഈ 80-20 റൂൾസ് എന്ന് പറയുന്നത് അതെന്താ, ഏത് രീതിയിലാണ് അത് നമുക്ക് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് അത് ട്രെൻഡായിട്ടുള്ള വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ട്രെൻഡ് എന്നുള്ളത് അറിയാം എന്താണെന്നുള്ളത്. ആ ടോപ്പിക്ക്, അതായത് ആ സമയത്ത് കൂടുതലായിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് ഏത് രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സെർച്ചിൽ പോയാലും നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ ഗൂഗിൾ ട്രെൻഡ് സെർച്ച് ചെയ്താൽ അതിലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള, അതായത് ഈ ടോപ്പിക്കെല്ലാം നല്ല രീതിയിലുള്ള നിങ്ങൾക്ക് ആ വീഡിയോസ് ഏതാണ് എന്നുള്ളത് അത് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അതായത് 20% എഫേർട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുന്ന റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 80% ആയിരിക്കും. ആ 80% കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇത് നിങ്ങളുടെ ടോപ്പിക്കാണ്. നമ്മളൊരു ടോപ്പിക് എടുക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഇതുകൊണ്ട് ട്രെൻഡായിട്ടുള്ള ടോപ്പിക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 20%-നെ അത് 80%-ലേക്ക് കൊണ്ടുവരും. 80%-ലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഈസിയാണ്. ബാക്കിയുള്ളത് നമ്മൾ ചെയ്യേണ്ട, ഇവിടെ 20% നമ്മൾ എഫേർട്ട് എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ബാക്കിയുള്ളത് 80% അത് എവിടെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ബാക്കിയുള്ള 80% നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തംബ്നെയിൽ, ടൈറ്റിൽ, ഇതിലൊക്കെയാണ് നമ്മൾ ബാക്കിയുള്ള 80% ഇത് ചെയ്യേണ്ട കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുന്നിലേക്ക് ഒരു വീഡിയോ വരുന്നതിന് ഏറ്റവും മുന്നേ നമ്മുടെ മുന്നിൽ വരുന്നത് തംബ്നെയിലാണ്. അപ്പൊ ഈ തംബ്നെയിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ആ തംബ്നെയിൽ റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് അതിന്റെ ആ ഒരു രീതി നമുക്ക് മനസ്സിലാവും, അത് ഏത് രീതിയിലാണ് എന്നുള്ളത്. അതിന് ആദ്യമേ തന്നെ നമുക്കൊരു കണ്ടന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തംബ്നെയിൽ അങ്ങ് ചെയ്യുക. തംബ്നെയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് തന്നെ മുന്നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ആ തംബ്നെയിൽ നല്ല അടിപൊളിയായിട്ട് തംബ്നെയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ മുന്നിൽ ആദ്യമേ വരുന്ന എന്താണ്? ഈ തംബ്നെയിലാണ്. ഈ തംബ്നെയിൽ കണ്ടിട്ടാണ് അവര് ആ വീഡിയോ കാണണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് തന്നെ. അപ്പൊ ആ തംബ്നെയിലാണ് 80% ഈ എഫേർട്ട് കാണിക്കേണ്ടത്. ഈ തംബ്നെയിലാണ്. ഈ തംബ്നെയിൽ കണ്ടിട്ട് ആണ് ആളുകൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകൾ കാണും. അപ്പോൾ ആ വീഡിയോ ഏത് രീതിയിലുള്ളതാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്? ട്രെൻഡായിട്ടുള്ള വീഡിയോ ആണ്, നല്ല സൂപ്പർ ടോപ്പിക് ആയിരിക്കും നമ്മുടെ അതിനകത്തുള്ളത്. അപ്പോൾ ആളുകൾ അതിൽ ലാസ്റ്റ് വരെ അത് കാണും. ലാസ്റ്റ് വരെ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായി പുഷ് ചെയ്ത് നല്ലപോലെ കൂടുതൽ ആളുകൾ കാണും. അതാണ് സംഭവിക്കുന്നത്. അതിനുവേണ്ടി അതാണ് ഈ 80-20 എന്ന് പറയുന്ന ഞാൻ പറഞ്ഞതിന്റെ കാര്യം. നമ്മുടെ കണ്ടന്റ്, ഏത് കണ്ടന്റ് ആയാലും അതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് അത് മെയിനായിട്ട് ഇതായിരിക്കണം, ട്രെൻഡായിട്ടുള്ള ഇതായിരിക്കണം. അപ്പൊ അതിനകത്ത് നമ്മൾ 20% എഫേർട്ട് എടുത്താൽ മതി. അതിന്റെ ആവശ്യമേ ഉള്ളൂ. കാര്യം എന്ന് കഴിഞ്ഞാൽ അത് എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എല്ലാവരും സെർച്ച് ചെയ്തൊക്കെ ചെയ്യുന്ന ഇതായതുകൊണ്ട് അത് ആളുകളുടെ മുന്നിലേക്ക് എത്തുക, ആളുകൾ അത് കാണുകയും ചെയ്യും. അത് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് ഫുള്ളായിട്ട് കാണുകയും ചെയ്യും. അപ്പൊ അതിനകത്ത് 20% ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാര്യം നമുക്ക് അവിടെ തീർന്നു. പിന്നെ ബാക്കിയുള്ള 80% നമ്മൾ എഫേർട്ട് എടുക്കുന്ന ഇവിടെ ടൈറ്റിലും തംബ്നെയിലും വേണം മെയിനായിട്ട് ചെയ്യേണ്ടത്. തംബ്നെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കണം. അടിപൊളിയായിട്ട് തംബ്നെയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് മെയിനായിട്ട് ആളുകൾ കണ്ടിട്ട് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ മുന്നോട്ട് കാണുന്നത്. അപ്പൊ തംബ്നെയിൽ ആയിരിക്കണം നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ടൈറ്റിലും മെയിനായിട്ട് ഇതുപോലെ തംബ്നെയിൽ മാതിരി തന്നെ ഇമ്പോർട്ടന്റ് ആണ് ടൈറ്റിലും. ആ ടൈറ്റിലും ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ടൈറ്റിലും ഇതുപോലെ തന്നെ നല്ലപോലെ ആ ടൈറ്റിൽ ഒന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇത് നമുക്ക് ആവശ്യമുള്ളതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള, നമ്മൾ ആഗ്രഹിച്ച വീഡിയോ തന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം ആ ടൈറ്റിൽ. അപ്പൊ ഇത്രയൊന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വ്യൂ കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ പുതിയ ചാനൽ ഇതുപോലെ അവർക്കൊക്കെ കൂടുതലായിട്ട് വ്യൂ കൂടുതലായിട്ട് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല പെട്ടെന്ന് തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ സാധിക്കും. അപ്പൊ ഇപ്പൊ ഈ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്, ഷോർട്ട് വീഡിയോയുടെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്ന കിടിലൻ അപ്ഡേറ്റ് ആണ്.
അത് പുതിയതായിട്ട് ഇതുപോലെ യൂട്യൂബറായിട്ട് വരുന്നവർക്കെല്ലാം ഒരുപാട് പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഈ 80-20 എന്ന് പറയുന്ന ഞാൻ ഈ രീതി പറഞ്ഞത്, ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സക്സസ് ആവാനായിട്ട് സാധിക്കും. ഈ യൂട്യൂബിൽ വന്നിട്ടുള്ള ഷോർട്ട് വീഡിയോയിലുള്ള പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് 80-20 റൂൾസ് ഞാൻ പറഞ്ഞത് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് അറിയിക്കുക. പുതിയ പുതിയ ചാനലുകാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ഇനി കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഞാൻ അതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും വിടാം. നന്ദി, നമസ്കാരം.